പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, വിധി എന്ന് പറയുന്ന ഒന്നില്ലേ? ഇത് ഞങ്ങളുടെ വിധിയാണ്. ഇതിനൊരു മറുപടി പറയാൻ, ബൈബിളിൽ നിന്ന് പറയാനാണെങ്കിൽ, എല്ലാവരെ കുറിച്ചും ദൈവത്തിനൊരു നിർണയമുണ്ട്. ദൈവിക നിർണയം എന്നാണ് ബൈബിൾ ഭാഷ. ദൈവം നമ്മെക്കുറിച്ച് ഓരോ പ്രോഗ്രാമും പ്ലാൻ ചെയ്തിട്ടുണ്ട്. യേശു പറയുന്നുണ്ട്, പിതാവേ, തിരുവെഴുത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവം ഓരോ വ്യക്തികളെക്കുറിച്ചും ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നടക്കണമെന്നില്ല. അത് ആ വ്യക്തി ദൈവത്തോട് സഹകരിച്ചാൽ മാത്രമേ ദൈവം അത് പൂർത്തിയാക്കൂ. എന്നാൽ ഈ ചോദിക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യം, വിധി എന്ന് പറയുന്ന അവരെന്താ പറയുന്നത്? ഞങ്ങളുടെ വീട്ടിലൊരു മരണം ഉണ്ടായി, ഞങ്ങളുടെ വിധിയാണ്. ഞങ്ങൾ ഭയങ്കര കടക്കണിയിലാണ്, ഞങ്ങളുടെ വിധിയാണ്. ഞങ്ങളുടെ മോളുടെ ഭാവി നശിച്ചു പോയി, ഞങ്ങളുടെ വിധിയാണ്. ഞങ്ങളുടെ വീട്ടിൽ കൂടെ കൂടെ അപകടം ഉണ്ടാകുന്നു, ഞങ്ങളുടെ വിധിയാണ്. അത് ദൈവമൊന്നും വിധിച്ചതൊന്നുമല്ല. ദൈവം ഒരാളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് നന്മകൾ മാത്രമാണ്. യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് യേശുവിനും അനുഗ്രഹമായി. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ക്രൂശോളം അനുസരണമുള്ളവനായി യേശു വന്നതുകൊണ്ട്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം കൊടുത്തു. സ്വന്തം മകൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തപ്പോൾ സ്വന്തം മകനെ ഏറ്റവും ഉയർത്തി, എല്ലാ നാമത്തിനും മീതെ ഇരുത്തി. എല്ലാ മുഴങ്കാലിപ്പോൾ യേശുവിൻ്റെ മുൻപിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങി എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും. അങ്ങനെ ഒരു പദവി പിതാവ് കൊടുത്തു. അപ്പം ഇതുപോലെ നമുക്കും ദൈവം ഇതുപോലെ പ്രോഗ്രാമുകൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നന്നായി നിവർത്തിച്ചാൽ നമുക്കും അതിന് പ്രതിഫലമുണ്ട്. എന്നാൽ മനുഷ്യൻ പറയുന്ന വിധി എന്ന് പറയുന്നത് ഈ ആക്സിഡൻറ്റും കഷ്ടപ്പാടും ദുരന്തങ്ങളും ഇതെല്ലാം അവരവരുടെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് വരുന്നതാണ്. വിതച്ചത് കൊയ്യുന്നതാണ്. അപ്പം പാപം നിമിത്തം വന്നിരിക്കുന്ന ഈ വിധി എന്ന് പറയുന്ന അനർത്ഥങ്ങളെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയും. യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചാൽ മനുഷ്യർക്ക് വരുന്നതൊന്നും നമുക്ക് വരില്ല. മനുഷ്യർക്ക് വരുന്ന അനർത്ഥങ്ങൾ നമ്മുടെ വീട് വിട്ട് മാറും. കാരണം നമ്മൾ ദൈവ മക്കളാണ്, മനുഷ്യരല്ല. മനുഷ്യനിൽ നിന്ന് ജനിച്ചാണ് മനുഷ്യന്റെ മക്കൾ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ഈ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമെന്ന് 1 യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എല്ലാ വിധി എന്ന് പറയുന്ന എല്ലാറ്റിനെയും ഓവർകം ചെയ്യും. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനുകളാണ്. അതെല്ലാം തിന്മയ്ക്കല്ല, എല്ലാം നന്മയ്ക്കാണ്. നാം ദൈവത്തിൻ്റെ വിളിയിൽ നിന്നാൽ നമ്മെപ്പോലെ അനുഗ്രഹിക്കപ്പെടുന്നവർ ഭൂമിയിലുണ്ടാകത്തില്ല. നമ്മുടെ കുടുംബത്തിൽ ആരിലും കാണാത്ത അഭിവൃദ്ധി നമ്മുടെ വീടുകളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകും. വിധി എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ മനുഷ്യൻ ഉദ്ദേശിക്കുന്ന വിധി അത് ദൈവം അനുവദിച്ചതല്ല, അത് പാപം ചെയ്തതിൻ്റെ ഫലമാണ്, ശാപത്തിൻ്റെ ഫലമാണ് ഈ വിധി എന്ന് മനുഷ്യൻ ഉദ്ദേശിക്കുന്നു. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ നിർണയങ്ങളാണ്. ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ നിർണയത്തിൽ, പൗലോസിനെ കുറിച്ച് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ദൈവം അവനെ കണ്ടെന്ന്. യിരെമ്യാവിനെ കുറിച്ച് പറയുന്നു, നീ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ പ്രവാചകനായിട്ട് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. നിന്നെ ഞാൻ പ്രവാചകനാക്കി നിയമിച്ചു ജനിക്കും മുമ്പേ. അതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനുകളാണ്. ആ പ്ലാനിൽ നിന്നാൽ മതി. അത് ദൈവത്തിൻ്റെ നിർണയങ്ങളാണ്. ജയത്തിൻ്റെ, മാന്യതയുടെ, ഉയർച്ചയുടെ, അനുഗ്രഹത്തിൻ്റെ, ദൈവത്തിൻ്റെ പദ്ധതികളാണ്. നമുക്ക് ഈ ദൈവിക വചനങ്ങളിൽ സന്തോഷിക്കാം. ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് കൃപയിൽ വളരാം. ചേർന്ന് പാടി യേശു കർത്താവിനെ മഹത്വപ്പെടുത്താം. വാക്ക് തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്ക് മാറാത്തവൻ,
നീ വാക്കു മാറാത്തവൻ. വാക്കു തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കു മാറാത്തവൻ, നീ വാക്കു മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. വാക്ക് തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കു മാറാത്തവൻ, നീ വാക്കു മാറാത്തവൻ. വാക്കു തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കു മാറാത്തവൻ, നീ വാക്കു മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. സാഹചര്യങ്ങൾ മാറും, മനുഷ്യർ മാറും, അവസ്ഥകൾ മാറും, ഇന്ന് കാണുന്ന എല്ലാം മാറും. പക്ഷെ ഒരിക്കലും മാറാത്തവൻ യേശു മാത്രം. ഒരിക്കലും മാറാത്തത് യേശുവിൻ്റെ വചനം. ചേർന്ന് പാടാമോ? കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. വാക്കു തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കു മാറാത്തവൻ, നീ വാക്കു മാറാത്തവൻ. ഇന്ന് നമ്മൾ യോഹന്നാൻ 17:12 വാക്യം നമ്മൾ ധ്യാനിക്കുന്നു. അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. കർത്താവേ, ഞാൻ അവരുടെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു നിന്റെ നാമത്തിൽ. യേശു പിതാവിനെ കുറിച്ച് പറയുകയും പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും എന്നെ പിടിച്ചെടുക്കാൻ കഴിയില്ല, എന്നെ തൊടാൻ ആർക്കും കഴിയില്ല, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നല്ലവൻ, ഇങ്ങനെ പിതാവിനെ കുറിച്ച് പറഞ്ഞ് പിതാവിൽ സുരക്ഷിതരാക്കി ശിഷ്യന്മാരെ കർത്താവ് നിർത്തി. ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും വെയിലും മഴയും അയക്കുന്ന ദൈവം ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം തരും. ഇങ്ങനെ പിതാവിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ എളിയവർക്കാർക്കും ഇടർച്ച വരുത്തരുത് യേശു പറഞ്ഞു. ഈ എളിയവർക്കാർക്കെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവരുടെ ദൂതൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം കാണുന്നു. ഇവരുടെ ദൂതന്മാർ സ്വർഗത്തിൽ ചെന്ന് പിതാവിൻ്റെ മുമ്പിൽ നിന്ന് കാര്യം പറയും.
അതുകൊണ്ട് ഇവരെ ആരെയും ഇടർച്ച വരുത്തി ബുദ്ധിമുട്ടിക്കരുത് എന്ന് യേശു അവരെ പഠിപ്പിച്ചു. അതിൻ്റെ അർത്ഥം ദൈവമക്കളെ വിമർശിക്കരുത്. എത്രയോ നല്ല ദൈവദാസന്മാരെ ഒത്തിരി പേര് വിമർശിക്കാറുണ്ട്. ഭയങ്കര അപകടമാണ്. വിമർശിക്കുന്നവർക്ക് വരാൻ പോകുന്നത് ഭയങ്കര അപകടമാണ്. ഒരു അഭിഷിക്തനെതിരെ ഒന്നും പറയരുത്, ഒരു ദൈവ പൈതലിനെതിരെ ഒന്നും പറയരുത്, ആരെയും പരിഹസിക്കരുത്, ആരെക്കുറിച്ചും ഉള്ളതും പറയരുത്, ഇല്ലാത്തതും പറയരുത്. ചിലർക്ക് ചിലതൊക്കെ ഉണ്ടാവും, അത് വിളിച്ചു പറയേണ്ട കാര്യം എന്താണ്? ദൈവനാമം ദുഷിക്കുന്നത് എന്തിനാണ്? ഇല്ലാത്തതും പറയരുത്, ഉള്ളതും പറയണ്ട. ചിലർ ചില തെറ്റ് ചെയ്തു, അത് ലോകം മുഴുവൻ വിളിച്ചു പറയണത് എന്തിനാണ്? ചിലരൊന്നും ചെയ്തിട്ടില്ല, അവരെ കുറിച്ച് എന്തിനാ ഉണ്ടാക്കി പറയുന്നു? അതിനെല്ലാം ശിക്ഷയുണ്ട്. പുറപ്പാട് പുസ്തകം 34 അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പാട് 34 6 മുതൽ വായിക്കുമ്പോൾ, യഹോവ അവന്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചതെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ. 7-ാം വാക്യം, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ, പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ദൈവം പറയുകയാണ്, നിങ്ങളുടെ പാപം നിങ്ങളുടെ 4 തലമുറ വരെയും വരുമെന്ന്. അതുകൊണ്ട് ദൈവം നമ്മുടെ കുടുംബങ്ങളെ ശിക്ഷിക്കാതിരിക്കേണ്ടതിന് നാം ദൈവത്തിൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വീഴണം. കർത്താവേ, ഞാൻ ആവശ്യമില്ലാത്ത ഒരു വാക്കും ആരെക്കുറിച്ചും പറയില്ല. ഇന്ന് പലരും മീഡിയയിലൂടെ പലരെക്കുറിച്ച് അനാവശ്യം പറയുമ്പോൾ നിങ്ങളാരും അത് സപ്പോർട്ട് ചെയ്യരുത്, ഫോർവേഡ് ചെയ്യരുത്. കാരണം നമുക്ക് ഒരു കുടുംബമുണ്ട്. നമുക്ക് തലമുറയായിട്ട് അനുഗ്രഹങ്ങൾ കാണാൻ, 1000 തലമുറയുടെ അനുഗ്രഹം കാണാൻ വിളിക്കപ്പെട്ടവരെന്ന ദൈവ വഴിയിൽ നടക്കുന്നവൻ്റെ 1000 തലമുറയ്ക്ക് അനുഗ്രഹമുണ്ടെന്ന്, അല്ലെങ്കിൽ 4 തലമുറയിലേക്ക് ശാപം വരുമെന്ന്. എന്തിന് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഒരു ശാപം ഉണ്ടാക്കിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകണം? അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാക്കേണ്ടത് പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീനെന്നാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്നാണ്. അവരെ വിമർശിക്കുവാനല്ല, അവർക്കെതിരെ കല്ലെറിയരുത്, അവരെ ആക്ഷേപിക്കരുത്, അവരെ ശപിക്കരുത്, അവരെ പകയ്ക്കരുത്. ഈ ഭൂമിയിൽ പിശാചല്ലാതെ വേറൊരു ശത്രു നമുക്കുണ്ടാകരുത്. നാം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. യോഹന്നാൻ്റെ സുവിശേഷം 17-12 വാക്യത്തിൽ, അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. യേശു ചെയ്തത് മുഴുവനും ദൈവത്തിൻ്റെ കയ്യിൽ അവരെ ഭരമേൽപ്പിക്കുക. എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങളെയും ആർക്കും തൊടാൻ കഴിയില്ല. നിങ്ങൾ അത്യുന്നതൻ്റെ മറവിലാണ്, നിങ്ങൾ സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴെയാണ്. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും പിടിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല. എൻ്റെ പിതാവ് സർവശക്തൻ. ഇങ്ങനെ ആ നാമത്തെ യേശു കൂടുതൽ ബലപ്പെടുത്തി. ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് പുത്രന്റെ നാമമാണ്. ആ നാമം പറയുമ്പോൾ ഭൂതങ്ങൾ ഇളകി വിട്ടുമാറും. ആ നാമം പറയുമ്പോൾ രോഗികൾ സൗഖ്യമാകും. ആ നാമം പറയുമ്പോൾ മരിച്ചവർ ഉയർക്കും. എന്താ കാരണം? അതിൻ്റെ കാരണം എല്ലാം ഈ നാമത്തിൻ്റെ കീഴെ ആണ്. ഈ നാമത്തിന് വെളിയിലൊന്നുമില്ല. ഒരു രോഗം ഈ നാമത്തിന് വെളിയിലാണെങ്കിൽ ആ രോഗം ഈ നാമം പറഞ്ഞാൽ സൗഖ്യമാകില്ല. എന്നാൽ എല്ലാം മുട്ടും മടങ്ങും, ഏത് രോഗവും മടങ്ങും.
എല്ലാ ഭൂതവും ഇതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. കീഴടങ്ങും എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ മുട്ടും മടങ്ങുമെന്ന് പറഞ്ഞാൽ ഏത് രോഗവും, വൈദ്യശാസ്ത്രം പറയണ ഇതിന് മരുന്നില്ല, വേണ്ട, യേശുവിൻ്റെ അടിപ്പണരാൽ അതിന് സൗഖ്യമുണ്ട്. എനിക്കറിയാവുന്ന ഒരു ദേവദാസൻ്റെ ചർച്ചിൽ, ഡൽഹിയിലെ ഒരു ചർച്ചിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ ജനിച്ച ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല, 2 അവയവുമില്ല. ഒരു പെണ്ണിൻ്റെ ലക്ഷണവുമില്ല, ആണിൻ്റെ ലക്ഷണവുമില്ല. എന്നാൽ ഈ കുട്ടി ഒരു ആണാണ്. ഉടനെ ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണിൻ്റെ അവയവങ്ങൾ ഉണ്ടായി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ആ ഒരു ജീവിതകാലം മുഴുവനും ഈ കുട്ടിക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ പോയാൽ. ആൺകുട്ടിയെ യഥാർത്ഥ രൂപത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ഈ അന്ത്യകാലത്ത് കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ 1-ാം നൂറ്റാണ്ടിനേക്കാൾ വലുതാണ്. അസാധാരണമായ ദൈവപ്രവർത്തി. ക്യാൻസർ വന്ന് മുറിച്ചു കളഞ്ഞ അവയവങ്ങൾക്ക് പകരം പുതിയ അവയവം. യൂട്രസ് എടുത്തു കളഞ്ഞ ഒരു കുടുംബം, അവർക്ക് പുതിയ അവയവം ഉണ്ടായിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആ യൂട്രസ് എടുത്തു കളഞ്ഞ, അതായത് എല്ലാം രോഗം വന്ന് എന്തോ ഒരു ട്യൂമർ വന്ന് യൂട്രസ് എടുക്കണം, വീണ്ടും കുഞ്ഞ് ജനിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ പ്രശ്നങ്ങൾ കീഴടങ്ങും. അതിന് വെളിയിലല്ല, ഈ നാമം പറഞ്ഞാൽ എല്ലാം കീഴടങ്ങണം. ഈ നാമത്തിൽ എല്ലാം സംഭവിക്കണം. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജയാളിയായി നിന്നത്, എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ വരുന്നു. യേശു അവരോട് പറഞ്ഞു, ഓരോരുത്തർ സ്വന്തം നാമത്തിൽ വരുമ്പോൾ നിങ്ങൾ അവരെ കൈക്കൊള്ളുന്നു. ഞാൻ എൻ്റെ നാമത്തിൽ വന്നില്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിട്ട് നിങ്ങൾ എനിക്കെതിരാണോ? ആരെല്ലാം എതിരായാലും എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും. പകലുള്ളിടത്തോളം ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും. നിലത്തു തുപ്പി ചേറുണ്ടാക്കി കാഴ്ചയില്ലാത്ത ഒരുത്തൻ്റെ കണ്ണിൽ തേച്ചിട്ട് ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. കാഴ്ചയുള്ളവനായി മടങ്ങി വന്നു. പിതാവിൻ്റെ നാമത്തിൽ യേശു പ്രവർത്തിച്ചു. അതുകൊണ്ട് പിതാവ് പുത്രനിൽ തന്നെ അധികാരം കൊടുത്തു. അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആര് തന്നു? പിതാവ് പുത്രനെ ഒരു നാമം കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു പോകും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. മർക്കോസ് 16 കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ 16 മുതൽ വായിക്കുമ്പോൾ അവിടെ അധികാരം ലഭിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന എന്താണെന്ന് കാണുന്നു. പിന്നീട് ഏറ്റൊടുവിൽ അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. എല്ലായിടത്തും കർത്താവ് കൂടിയിരുന്ന് അത്ഭുതം അടയാളവും ചെയ്ത് വചനത്തെ ഉറപ്പിച്ചു. ആ നാമത്തിൽ ആര് പുറപ്പെടുന്നു അവരോടുകൂടെ ആ നാമത്തിൻ്റെ ഉടമസ്ഥനിരിക്കും. അതാണ് കർത്താവ് അവരുടെ കൂടെയിരുന്നു. അവരെല്ലായിടത്തും പുറപ്പെട്ടു. കർത്താവ് അവരുടെ കൂടെയിരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ എവിടെ പോയാലും വിടുതല. കർത്താവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും വിടുതലാണ്. ജീസസ് എവരിഡേ യേശുവിൻ്റെ നാമത്തിലുള്ളൊരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മ വലിയൊരു ജയമാണ്. ഈ കൂട്ടായ്മ ആരംഭിച്ച ശേഷം ഇതിനു വേണ്ട എല്ലാം കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിന് കൈത്താങ്ങൽ തരുന്നവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. അവരുടെ കുടുംബങ്ങളെല്ലാം അഭിവൃദ്ധിപ്പെടും. കാരണം കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിലുള്ള കൂടിവരവാണ്. ഇതിൽ വരുന്നവർക്ക് ദീർഘായുസ്സുണ്ടാകും, സമ്പത്തുണ്ടാകും, സമാധാനമുണ്ടാകും, ചിരിയുണ്ടാകും, ആഘോഷങ്ങളുണ്ടാകും, നിത്യജീവൻ, സമൃദ്ധിയായ ജീവൻ, ഇതെല്ലാം ഉണ്ടാകും. ഈ അനുഗ്രഹിക്കപ്പെട്ട പദവിയെ ഈ നാമത്തിൽ പ്രാപിച്ചവർ ഇനിയും വർധനവിന് വേണ്ടി കാത്തിരുന്ന് പുതിയ കൃപകൾ പ്രാപിപ്പാൻ അവരവരെ തന്നെ ഒന്നുകൂടി കൊടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ സകല വിടുതലുകൾ നടക്കും. പ്രാർത്ഥിക്കുക. യേശുവേ,
ഇന്ന് കേട്ട വചനങ്ങളെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട മുത്തുകളായി ഞങ്ങൾ സ്വീകരിക്കും. യേശുവേ, അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിൻ്റെ നാമത്തിൽ പ്രവർത്തിച്ചു. ഇന്ന് ഞങ്ങൾക്ക് പുത്രൻ എന്ന ഏറ്റവും ഉന്നതമായ നാമം അവിടുന്ന് ഞങ്ങൾക്ക് തന്നു. ഈ നാമത്തിൽ മുന്നോട്ട് പോകുന്നിടത്തെല്ലാം ജയം കാണാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഓരോ പ്രിയ കുടുംബങ്ങളെയും, ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ നാമത്തിൽ അവരെന്തെല്ലാം ചെയ്യുന്നുവോ അതിനെല്ലാം വിടുതലുണ്ടാകും. ഈ നാമത്തിൽ പറയുമ്പോൾ തന്നെ, ഈ നാമം പറയുന്നിടത്തെല്ലാം വിടുതൽ വ്യാപരിക്കുമല്ലോ. അതിനുള്ള ശക്തിയും ധൈര്യവും വിശ്വാസവും ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. ഒരു സന്തോഷ വാർത്ത. നാളെ വേഴം മുതൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് രാവിലെ 10:30 മുതലാണ്. വൈകിട്ട് മീറ്റിംഗ് ഈ പ്രാവശ്യം വെച്ചിട്ടില്ല, സൂമിലില്ല. എന്നാൽ പകൽ മീറ്റിങ്ങുകളുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലിരുന്ന് ഈ മീറ്റിങ്ങിൽ പ്രൈസ് ജനറേഷൻ്റെ കൂടെ പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളോട് കൂടിയിരിക്കും. എല്ലാവരും ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കഴിയുന്നത്രയും പേർ പകൽ കടന്നു വരാൻ ശ്രമിക്കുകയും ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചില അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.